ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ചുംബന സമരവും കെട്ടുതാലി കത്തിക്കലും ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു ലൈംഗിക അരാജകത്വത്തിലേക്കാണെന്നാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹോസ്റ്റൽ മുറിയിലെ ബാത്റൂമിൽ സുഖപ്രസവം നടത്തിയ 19-കാരിയുടെ വാർത്തയും ജനിച്ചുടൻ കുഞ്ഞിനെ 5-ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു വന്ന വാർത്തയും ഞെട്ടലോടെ തന്നെയാണ് കേരളം ശ്രമിച്ചത്. എന്നാൽ ഇതൊക്കെ മഞ്ഞുമലയുടെ മുകൾ ഭാഗം കാണിച്ചു തരുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അതിലേറെ ആശങ്ക നിറയ്ക്കുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് വിവിധ സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നിയമവിരുദ്ധമായി നൂറുകണക്കിന് അബോർഷനുകളാണ് ദിനം പ്രതി നടക്കുന്നത്. അവ പുതുമയുള്ള കാര്യമാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ മുഖം ചുളിച്ചേക്കാം. എന്നാൽ മുഖം ചുളിക്കാൻ തിരക്കും. ഈ അബോർഷനുകൾ എങ്ങനെ നടക്കുന്നു എന്നറിയുമ്പോൾ അവ നിങ്ങളിൽ ഞെട്ടലുളവാക്കും എന്നത് തീർച്ച. അവിഹിത ഗർഭം ഇല്ലാതാക്കാനുള്ള അബോർഷനുകൾ എല്ലാം തന്നെ നടക്കുന്നത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു മെഡിക്കൽ ആപ്പിന്റെ സഹായത്തോടെയാണ്. അബോർഷന് വിധേയമാകുന്നതാകട്ടെ കൂടുതലും 22 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ. മെഡിക്കൽ ആപ്പുമായി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ ദിവസവും നടക്കുന്നത് 10-ന് മുകളിൽ അബോർഷനുകൾ. ലൈംഗിക ബന്ധത്തിനു ശേഷം ഗർഭധാരണം തടയുന്നതിനായി കഴിക്കുന്ന ഐപിൽ പോലെയുള്ള ഗുളികകളുടെ വിൽപ്പനയും ഇതിലൂടെ തകൃതിയായി നടക്കുന്നുണ്ടത്രേ. ഹോസ്പിറ്റലുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും അതുപോലെ തുടർ മരുന്നുകൾക്കുമുള്ള മെഡിക്കൽ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിലവിലുണ്ട്. ഈ ആപ്പ് വഴി ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ എത്തുന്നത് അബോർഷന് വേണ്ടിയുള്ള പെൺകുട്ടികളാണ് എന്നത് ഞെട്ടിക്കുന്ന രഹസ്യമാണ്. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് സേവനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫോണിലൂടെ ആപ്പ് നടത്തുന്ന കമ്പനിയുടെ ഡോക്ടർമാർ ആവശ്യക്കാരിയെ ബന്ധപ്പെടും. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഓൺലൈൻ പ്രിസ്ക്രിപ്ഷൻ നൽകുന്നു. ആപ്പിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് പണമടച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാരി സെലക്ട് ചെയ്തിരിക്കുന്ന പട്ടണത്തിലുള്ള ആപ്പുമായി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഓൺലൈനായി രോഗിയുടെ പ്രിസ്ക്രിപ്ഷൻ അയക്കുകയും ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റ് നമ്പറും തീയതിയും ലഭിച്ചു കഴിഞ്ഞാൽ ആ ദിവസം പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നു. ക്യൂ നിൽക്കുകയോ കാത്തിരിക്കുകയോ ഹോസ്പിറ്റലിൽ വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നേരിട്ട് അബോർഷനുകൾക്ക് ചെല്ലുന്നത് പോലെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യവും വരുന്നില്ല. കാര്യം നടത്തി കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഉടനെ തിരികെ പോകാം. 30,000 മുതൽ 45,000 രൂപ വരെയാണ് ഇത്തരം അബോർഷനുകൾക്ക് വിവിധ ആപ്പുകൾ ഈടാക്കുന്നത് അത്രേ. ഇത്രയും രൂപ ആവശ്യക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുവെങ്കിലും ഹോസ്പിറ്റലുകൾക്ക് 7,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് നൽകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചില ആപ്പുകൾ അബോർഷന് ശേഷമുള്ള പരിചരണത്തിനും മരുന്നുകൾക്കും ചേർത്ത് പാക്കേജായും ഡീൽ നടത്തുന്നുണ്ട്. തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകില്ല എന്നുള്ളതും ആരുടെയും സഹായമില്ലാതെ തന്നെ രഹസ്യമായി വന്ന് കാര്യം സാധിക്കാം എന്നുള്ളത് കൊണ്ടും വിവാഹപൂർവ്വ അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഗർഭധാരണങ്ങൾ അബോർട്ട് ചെയ്യാൻ ഇപ്പോൾ പെൺകുട്ടികളും അവരുടെ കാമുകന്മാരും ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളാണ്. അബോർഷൻ നടത്തി തിരിച്ചു പോകുവാൻ നേരം ഇനിയും ഇതുപോലെ ഗർഭമുണ്ടായാൽ ആപ്പ് വഴിയല്ലാതെ നേരിട്ട് വന്നാൽ പോരെ എന്ന് അന്വേഷിച്ചു പോകുന്നവരുമുണ്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരൻ നേർസാക്ഷ്യം പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖഭാവം ഒരു അമ്മയുടേതുപോലെ ദയനീയമായിരുന്നു. കോണ്ടം, ടാബുകൾ പോലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ പെൺകുട്ടികളിൽ ഗർഭധാരണം ഉണ്ടാകുന്നത് കൂടുതലും മയക്കുമരുന്നിന്റെ ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നതുകൊണ്ടാകാം എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെൺകുട്ടികളിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ശാരീരിക മാറ്റങ്ങളും ഗർഭാവസ്ഥയിലുള്ള ക്ഷീണങ്ങളും അനുഭവപ്പെടാത്തത് കൊണ്ടായിരിക്കാം ചിലതെങ്കിലും ബാത്റൂമിലെ സുഖപ്രസവത്തിലേക്ക് എത്തുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പഠിക്കാനായി എറണാകുളം പോലെയുള്ള പട്ടണങ്ങളിലെ ഹോസ്റ്റലിൽ കൊണ്ടു ചെന്നാക്കി കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ പിന്നീട് മക്കൾ പറയുന്നതെല്ലാം വിശ്വസിക്കുമ്പോൾ മക്കളിൽ ചിലർ കൂട്ടുകാരുമൊത്ത് ഏതെങ്കിലും ഫ്ളാറ്റിലോ അപ്പാർട്ട്മെന്റിലോ ലീവിംഗ് ടുഗദർ ആയിരിക്കും. മയക്കുമരുന്ന് പാർട്ടികളിലും സിംഗിൾ റെഡി ടു മിംഗിൾ DJ പാർട്ടികളിലും പങ്കെടുക്കുന്നതിൽ ഏറെയും പഠനത്തിനായി കൊച്ചിയിലെത്തിയ പെൺകുട്ടികളാണത്രേ. മുൻപൊക്കെ ഹോസ്റ്റൽ നടത്തിയിരുന്നത് ചില സാമുദായിക സന്നദ്ധ സംഘടനകൾ മാത്രമായിരുന്നു. അത്തരം ഹോസ്റ്റലുകളിൽ പുറത്തു പോകുന്നതിനും കയറി വരുന്നതിനും ഒക്കെ കൃത്യമായ സമയവും നിയമവും ഉണ്ട്. എന്നാൽ ഇന്ന് കൂണുപോലെ മുളച്ചു മുന്തിയ 1000-ഓളം സ്വകാര്യ ഹോസ്റ്റലുകളുണ്ട്. അവിടെ കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിലും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും കുട്ടികളുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. ഇത് ഇത്തരം ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പെൺകുട്ടികളുടെ വഴിവിട്ട പോക്കുകൾക്ക് സൗകര്യമാകുന്നുണ്ട്. ഓയോ റൂമുകളിലും ഇടവഴികളിലും ഫ്ളാറ്റുകളിലും കാണാൻ സാധിക്കാത്ത പല കാഴ്ചകൾ കാണുമ്പോഴും അറിയുമ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ പോലീസിനും നാട്ടുകാർക്കും ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കളോ അധ്യാപകരോ പോലും ഇടപെട്ടാൽ എന്തായിരിക്കും സമകാലീന കേരളത്തിൽ പുകിലെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പിന്നെ പോലീസോ നാട്ടുകാരോ ഈ പേക്കൂത്തുകളെ ചോദ്യം ചെയ്താൽ ഇത്തരം കാര്യങ്ങളിൽ മാത്രം പുരോഗമനം തിളച്ചു തൂങ്ങുന്ന സോകോൾഡ് ആങ്ങളമാരും അമ്മായിമാരും മുടിയഴിച്ചിട്ടാടും എന്നതിൽ തർക്കമില്ല. അരാജകത്വം ആഹാരമാക്കാൻ കാത്തിരിക്കുന്ന ചില മീഡിയകളും സാംസ്കാരിക നായക വേഷം കെട്ടിയ കൂലി എഴുത്തുകാരും പിന്നെ ഇതിനിടയിൽ ഇറ്റ് കിട്ടുന്ന അവസരം ആവോളം മുതലെടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഗുൽമോഹർ ടീമുകളും ചേർന്ന് അവരെ സദാചാര പോലീസ് എന്ന് ആക്രോശിച്ചുകൊണ്ട്
ആക്രമിച്ചില്ലാതാക്കും എന്നാർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് അവരാരും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടാറില്ല. അതുകൊണ്ട് ചെന്നായ്ക്കൾക്കും കഴുകന്മാർക്കുമെല്ലാം ഇന്ന് കൊയ്ത്തുകാരൻ തന്നെയാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ സമൂഹം നേരിട്ട് ഇടപെട്ടിരുന്നത് ഒരു തരത്തിൽ ആ നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിരുന്നു എന്ന് വൈകിയാണെങ്കിലും ചിലരെങ്കിലും ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. പഠനാവശ്യത്തിനായി സ്വന്തം കുട്ടികളെ ദൂരേക്ക് അയക്കുന്ന മാതാപിതാക്കൾ അവർ അവിടെ എന്തു ചെയ്യുന്നു, എവിടൊക്കെ പോകുന്നു എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ മെനക്കെട്ടാൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമെങ്കിലും അഴുക്കുചാരികൾ വീണ് തുലയാതെ തടയാൻ പറ്റിയേക്കാം. പോലീസിനോ സർക്കാരിനോ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരല്ല എന്നതുകൊണ്ട് തന്നെ. മാഫിയകളും പുരോഗമന പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന മതമൗലികവാദ സംഘടനകളും രാജ്യത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന സകലരും ചേർന്ന് നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു പറയാൻ, വഴിതെറ്റുന്ന യുവത്വം, വകതിരിവില്ലാത്ത മാതാപിതാക്കൾ. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.